ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ ശ്രീകൃഷ്ണ പാഹി മാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ ശ്രീകൃഷ്ണ പാഹി മാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഇങ്ങനെ കേട്ട നേരം കൃഷ്ണനും കാരുണ്യത്താൽ നന്നായി ശിവജ്വരം തന്നോടങ്ങരുൾ ചെയ്തു. നിന്നെ കുറിച്ചു ഞാനും സന്തുഷ്ടനാകയാലേ എന്നുട ജ്വരത്തിനെ പേടിക്ക വേണ്ട നീയും. എന്നെ നീ ഭക്തിയോടും സ്തുതി ചെയ്തതു തന്നെ നന്നായി ജപിക്കുന്ന ഭക്തരാം ജനങ്ങൾക്കും നാം തമ്മിലുള്ള സംവാദങ്ങളാം ഇവയെല്ലാം സ്വാന്തത്തിൽ നനയ്ക്കുന്ന ജനങ്ങൾക്കൊരു നാളും പിന്നെ ഈ ജ്വരഭയമുണ്ടാകയില്ലയല്ലോ. നന്നായി വരും നിനക്കെന്നതു കേട്ട നേരം വന്ദിച്ചു ഗമിച്ചിതു ജ്വരവും അതു നേരം വന്നിതു തേരിലേറി പിന്നെയും ബാണാസുരൻ. ശസ്ത്രാസ്ത്രജാലമേറ്റം വർഷവും തുടങ്ങിനാൻ എത്രയും കോപത്തോടു കൃഷ്ണനും അതു നേരം. ചക്രവുമെടുത്തുടൻ ബാണന്റെ ഹസ്തങ്ങളെ ഒക്കെയും ഛേദിപ്പതു കണ്ടു ശങ്കരൻ താനും ഭക്തവാത്സല്യം പൂണ്ടു കൃഷ്ണനിൽ ഭക്തിയോടും ഇത്തരം പറഞ്ഞിതു ശിവനും അതു നേരം. നിന്തിരുവടി ബ്രഹ്മപരമജ്യോതിർഗൂഢം സന്തതം പ്രണവാത്മാ സർവദാ ഹംസതത്വം. നിർമ്മലാകാശം പോലെ സർവാത്മാ സനാതനം നിർമ്മലാത്മാവാം ഭവാൻ കേവലം ബ്രഹ്മരൂപം. നിന്തിരുവടിയുടെ നാഭിയായതു വ്യോമം അന്തരമില്ല മുഖമഗ്നിരേതസ്സു ജലം. വാക്കുകൾ ഛന്ദസ്സുകൾ പൃഥ്വി പാദമല്ലോ മനസ്സു ചന്ദ്രനർക്കൻ നയനമാത്മാവഹം. സമുദ്രം ജഠരവും പാണികളിന്ദ്രാദികൾ രോമങ്ങളെല്ലാം ഔഷധങ്ങളായിടുന്നതും അമ്പുവാഹങ്ങൾ കേശം ശിരസ്സന്തരീക്ഷവും ബ്രഹ്മാവു ധിഷണയും വിസർഗം പ്രജാപതി. ധർമ്മം താൻ ഹൃദയമാകുന്നതുമറിഞ്ഞാലും സകല ധർമ്മങ്ങളും നിന്തിരുവടി തന്നെ. സകല ലോകങ്ങളും നിന്നുട രൂപം തന്നെ. ലോകത്തിൽ സമസ്തവും ഭവിക്കുന്നതു പാർത്താലേഖനാം ഭവാനുടെ ഭാവിത ഭാവം തന്നെ. നിന്തിരുവടി തന്നെ അദ്വിതീയനുമായി സത്യപൂരുഷനായി മൂർത്തിഭേദങ്ങളായും നിന്നീടും തൊന്മായയാ വൈകാരരൂപനായി നാനാത്വ ഗുണപ്രസിദ്ധികളെ സിദ്ധിപ്പാനായി കാര്യവും സ്വച്ഛായയാ രൂപങ്ങൾ തോന്നിക്കുന്നു. കാരണനായ നിന്റെ ഗുണത്താൽ ഗുണങ്ങളെ നീളയുമുണ്ടാക്കിയിട്ടു ഗുണങ്ങൾക്കെല്ലാം ഒരു മേളമായി പ്രദീപമായിരിക്കും ഭവാൻ തൻ്റെ മായയാ. മോഹിതാത്മാദികളായുള്ള ജനം ജായാപുത്രാദിദേഹാർത്ഥങ്ങളിൽ മുങ്ങിയിടുന്നു. ഇതിങ്കൽ വിമുഖരായി സർവവും ഭവാനെന്നു മതിയിൽ ബോധിതരായി മാനുഷലോകത്തിലും സകലേന്ദ്രിയ വിഷയങ്ങളിൽ ജാതരായി സകലജ്ഞരായിരുന്നിടുന്ന ജനങ്ങൾക്കു മോക്ഷവിഗ്രഹനായി മേവിയിടുന്നതും ഭവാൻ. സാക്ഷാൽ ഇന്ദ്രിയ തത്വഗ്രഹണം കൂടാതെയും ആത്മവഞ്ചകനായി ദേഹാഭിമാനിയായി ആത്മാവാമീശ്വരങ്കൽ വിമുഖന്മാരായിക്കൊണ്ടും വിഷയവൃത്തിഭാവം ജനിക്കുന്നതും ഭവാൻ. വിഷയമെന്യേ വിബുധന്മാരും മുനികളും അമലാശയന്മാരായി ബ്രഹ്മമോഹമന്നിങ്ങനെ സമബോധിതന്മാരായി മുക്തന്മാരാകുന്നിതു നിന്തിരുവടി തന്നെ. സകല ജനത്തിനും
സന്തുഷ്ടനാകുന്നതും ഈശ്വരനായിക്കൊണ്ടും ലോകത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരഹേതുവായും സമനായി പ്രശാന്തനായി പുണ്യാത്മാവായുള്ളോർക്കു ആത്മാവായേകനായി ദ്വൈതഹീനനുമായി സ്വാത്മാവായി ലോകേശനായി ജന്മാതിഹരനായിട്ടിരിക്കും ത്വൽപാദത്തെ ഭജിച്ചിടുന്നേനഹം. ധരിക്ക എൻ്റെ ഇഷ്ടനായിക്കൊണ്ടു ദൈത്യനായിട്ടനുവർത്തിയായിരുന്നിടുന്നോരിവനെ ഇന്നാനന്ദസ്വരൂപനായി വരദശീലനായി മേവീടും ഭഗവാന്റെ മാനസപ്രസാദത്തെ ദേവവൈരികൾക്കുലേ ജാതനെന്നിരിക്കിലും നൽകിയിട വേണമെന്നു ശങ്കരവാക്യം കേട്ടു ഏകനാം കൃഷ്ണൻ മോദാലിത്തരമരുൾ ചെയ്തു. നിന്തിരുവടിയുടെ ഹിതമങ്ങനെയെന്നാൽ അന്തരമതിനില്ല എല്ലാം അങ്ങനെയെന്നാൻ. പിന്നെയും അരുൾ ചെയ്തു കൃഷ്ണനും മോദാന്വിതം ധന്യനിന്നിവനെന്നു നിശ്ചയിച്ചിതു ഞാനും. ത്വൽകാരുണ്യവും ഇവനീ വണ്ണം വന്ന മൂലം എത്രയും ഭാഗ്യവാനാമസുരനിവൻ പ്രഭോ. നിന്നുട വംശം തന്നിൽ ജനിച്ച ദൈത്യന്മാരെ എന്നുമീ കൊല്ലുകില്ല ഞാനെന്നു മുന്നേ വരം ഭക്തനാം പ്രഹ്ലാദനു കൊടുത്തേനതുകൊണ്ടു ഇന്നിവൻ തന്നെ കൊൽകയരുതെന്നതുമല്ല. ത്വൽഭക്തനിവൻ പിന്നെ ത്വൽഭക്തൻ മദ്ഭക്തനും ഇത്തരം ഭേദമില്ലെന്നുത്തമമിത്തമെന്നും ചിന്തിക്കിൽ ഭവാനുമിങ്ങിത്തരം തന്നെ ഞാനും അന്തരമില്ല രണ്ടുമൊന്നെന്നതെന്നാകയാൽ. രണ്ടായി ചിന്തിക്കുന്നു സദ്വേഷിയായ ജനം രണ്ടായിട്ടറിയുന്നിതജ്ഞാനമതത്താലേ. അജ്ഞാനമതത്തിനാൽ നരകം ഫലപ്രദം വിജ്ഞാനിജനമദ്വൈതാത്മാക്കൾ ഭക്തോത്തമ ആകയാൽ തൻ്റെ പാർഷദോത്തമനാകുമിവനേതുമേ ഭീതിയുണ്ടായി വരികയില്ല താനും. നാലു ബാഹുക്കൾ ഇവനുണ്ടാകുമിനീ മഹി പാലിച്ചു വസിച്ചിടും കാരുണ്യവാരാന്നിധേ. എത്രയും മതമിവനുള്ളതു കളവാനായി ഹസ്തങ്ങളെല്ലാം മുറിച്ചിന്നു ഞാൻ കളഞ്ഞതും ഭൂഭാരം തീർത്തിടുവാൻ സൈന്യത്തെ ഒടുക്കിയേൻ. ഭക്തന്മാർ ദുഷ്ടതകൾ കാട്ടിയാലെല്ലാറ്റെയും ഭക്തവാത്സല്യമുള്ള നാമല്ലോ മാറ്റേണ്ടതും. ഇത്തരം കൃഷ്ണവാക്യം കേട്ട ശങ്കരൻ തൻ്റെ ചിത്തകാരുണ്യാജ്ഞയാ ബാണനും വേഗം ചെന്നു ബദ്ധനാം അനിരുദ്ധൻ തന്നെയും വേർപെടുത്തു. ബന്ധുഭാവേന തൻ്റെ പുത്രിയാമുഷയെയും മാധവൻ തൻ്റെ കാൽക്കൽ വെച്ചു കൈവണങ്ങിനാൻ. ആദരഭക്ത്യാ വീണു നമസ്കാരവും ചെയ്താൻ. നന്നായി വരികെന്നു കൃഷ്ണനുമരുൾ ചെയ്തു. പിന്നെ ബാണനുമേറ്റം ധനരത്നങ്ങളെല്ലാം കന്യകാധനം നൽകി മാധവനവയെല്ലാം അന്യൂനാനന്ദം പരിഗ്രഹിച്ചു ഹരനോടു യാത്രയും ചൊല്ലിപ്പുറപ്പെട്ടു മാധവൻ താനും. പ്രീത്യാ ദൈത്യേന്ദ്രനെയും കണ്ടു യാത്രയും ചൊല്ലി ഘോഷമായി പുറപ്പെട്ടു പോന്നിതു യദുക്കളും. തോഷമായി ശിവൻ ബാണൻ തന്നുടയരികത്തു വാണിയിടു മനുഷ്യവും സർവഗനല്ലോ ശിവൻ പ്രാണവല്ലഭയോടും അനിരുദ്ധാദികളും. കാർവർണ്ണൻ താനും വന്നു ദ്വാരകാപുരിപുക്കു കാർവേണിയുഷയുടെ കല്യാണ ഘോഷം പൂണ്ടു. പിന്നെ അങ്ങെല്ലാവരും ഉത്സവത്തോടെ വാണാർ. ചൊല്ലുള്ള യുഷ അനിരുദ്ധനും ഒരുമിച്ചു അല്ലലെന്നിയെ വസിച്ചിടിനാൾ സുഖത്തോടും. പിന്നെ യാദവന്മാരും രാമകൃഷ്ണന്മാരും അങ്ങൊന്നിച്ചു മോദത്തോടെ വാണിതങ്ങെല്ലാവരും. ബാണനെ കൃഷ്ണൻ വെന്ന കഥയെ പിന്നെ ശിവൻ ബാണനു വേണ്ടി യുദ്ധം ചെയ്തതും ഇവയെല്ലാം ചിത്തത്തിൽ പ്രാതകാലെ ചിന്തിപ്പോർക്കേതുമൊരു ശത്രുക്കൾ പീഡയില്ല സകല ജയം വരും. മൃഗമോക്ഷം കേട്ടാലും ഒരു ദിനം സാമ്പാതി ബാലന്മാരും കൂട്ടമായി നല്ലൊരു ഭവനത്തിൽ പുക്കിയിടിനാർ.
ബാലന്മാർ പലരുമായി കളിക്കും നേരത്തിങ്കൽ എല്ലാരും വെയിൽ കൊണ്ടു ദാഹത്തെ പൂണ്ട നേരം ചെന്നിതങ്ങൊരു കൂപ്പേ നിർജ്ജലമതു കണ്ടു ഉന്നതമായോരോന്ത് കിടക്കുന്നതു നേരം ബാലന്മാരൊരുമിച്ചിട്ടാശ്ചര്യാലോന്തു തന്നെ പാലിക്ക വേണം കൂപ്പാൽ കയറ്റിയെന്നോർത്തവർ ഏവരും ഒരുമിച്ചു നന്നായി പ്രയത്നങ്ങൾ ആവോളം ചെയ്തിട്ടതു സാധിക്കാഞ്ഞതു നേരം വേഗേന മാധവനോടറിയിച്ചതു നേരം ആഗമാന്താർത്ഥവേദ്യനറിഞ്ഞു വൃത്താന്തവും മന്ദമെന്നിയെ കൂപസന്നിധൗ ചെന്നു കൃഷ്ണൻ മന്ദമായി കരം കൊണ്ടങ്ങെടുത്തു കരേറ്റിനാൻ ഘോരനാമോന്തു തന്നെ മാധവൻ ദീനമെന്നി പാരാതെ കരേറ്റിയതോർത്തു മോദിച്ചു ബാലർ പങ്കജനേത്രപ്പാണി സ്പർശനാലോന്തു താനും പങ്കങ്ങളകന്നോന്തു വേഷവും വെടിഞ്ഞത നല്ല മാനുഷവേഷം പൂണ്ടതിശോഭയോടും നല്ല ഭൂഷണങ്ങളും പൂണ്ടതി ദിവ്യനായി കണ്ടതു നേരം സർവജനവും ആശ്ചര്യമായി കൊണ്ടതു നേരം ഒന്നും അറിയാത്തവൻ പോലെ കൊണ്ടൽ നേർവർണ്ണൻ ചോദിച്ചിടിനാൻ ദിവ്യനോടു നീ ആരാകുന്നതെന്തു നിന്ദ്യമാം കൃകലാസമായ വേഷത്തെ ധരിച്ചിടുവാൻ ദേവോപമാം നിന്നുടെ വേഷം കണ്ടാൽ മാനുഷനല്ല നൂനം ഇന്നു നിൻ പരമാർത്ഥം പറകുന്നതു കേട്ടു വന്ദിച്ചു മുകുന്ദനോടിത്തരമുര ചെയ്തു മന്നവനിച്ഛാകുവാം അവൻ തന്നനുജൻ ഞാൻ ഉത്തമ പ്രഭോ നൃഗനെന്നാകുമെൻ്റെ നാമം മൂന്നു ലോകത്തും മഹാദാനശീലരിൽ മുമ്പൻ എന്നെന്നെ കേട്ടിരിപ്പാൻ അവകാശവുമുണ്ടു എന്നതെല്ലാമേ ഭവാൻ അറിയുമെന്നാകിലും എന്നുടെ പരമാർത്ഥം ചൊല്ലേണമെന്നു ഭവാൻ എന്നോടിന്നരുൾ ചെയ്ത മൂലം ഞാൻ പറഞ്ഞിടാം ഞാൻ മുന്നം ഭൂമിയെയും നന്നായി പാലിച്ചിട്ടു നിർമ്മലദാനങ്ങളും ഏറ്റവും ചെയ്തു പിന്നെ മാനസേ വിചാരിച്ചേൻ വർഷധാരകളെല്ലാം നൂനമായി ഗണിച്ചെത്ര മഴത്തുള്ളികളത്ര പശുക്കൾ തന്നെ ദാനം ചെയ്യണം ബ്രാഹ്മണർക്കെന്നാശയാൽ ഔവണ്ണമായി ചെയ്തു പോരുന്ന നാളിൽ മുന്നമേ ദാനം ചെയ്ത വിപ്രൻ്റെ ഒരു പശു വന്നെൻ്റെ പശുക്കളിലൊപ്പമായി കൂടിയതു ഞാനേതുമറിയാതെ ആ പശു തന്നെ ദാനം ചെയ്തിതു മറ്റുമൊരു വിപ്രനു മോദമോടെ ദാനവും വാങ്ങി വിപ്രൻ മോദേന പശുവുമായി താനഥ പോകും മാർഗേ തൽപശുവുടയവന ദാനവും വാങ്ങി വിപ്രൻ മോദേന പശുവുമായി താനഥ പോകും മാർഗേ തൽപശുവുടയവനാകിയ ഗോസ്വാമിയും വന്നു തൽപശുവിനെ ആകാംക്ഷയോടും പിടിച്ചുന്നത കോപത്തോടു ചൊല്ലിനാൻ എൻ്റെ പശു മോഷ്ടിച്ചു കൊണ്ടുപോകും കള്ളനാം നിന്റെ മോഹമെത്രയും അത്യദ്ഭുതം ഇത്തരം ഗോസ്വാമി തൻ വാക്കുകൾ കേട്ടു വിപ്രനെത്രയും കോപിച്ചിത്തം പറഞ്ഞു കേൾക്ക വിപ്ര നിന്നുടെ പശു കട്ടതല്ല ഞാൻ നൃപ നിന്നെനിക്കിതു ദാനം ചെയ്തതു മൂഢാത്മാവേ ഇത്തരം അവർ തമ്മിൽ ഭർസന കലഹവും എത്രയും ചെയ്തു മമ മന്ദിരതളമേറി ചിത്തകോപവും പൂണ്ടിട്ടെന്നോടിത്തരം ചൊന്നാൻ ഉത്തമനല്ല ഭവാൻ ചെയ്തതൊക്കെയും വൃഥ നിന്നുടെ ബലാൽ പരദ്രവ്യത്തെ പറിച്ചു നീ മന്നവനെന്നു നടിച്ചെന്തിനു നമുക്കിപ്പോൾ മറ്റൊരു വിപ്രൻ തൻ്റെ ധേനുവേ നമുക്കായി ചെറ്റു സംശയമെന്നേ ദാനം ചെയ്തിതു വിഭോ ഇത്തരം പശുദാനം വാങ്ങിയ വിപ്രവാക്യം അത്രയും കേട്ടു പിന്നെ ഗോസ്വാമി വിപ്രൻ ചൊന്നാൻ എന്തൊരു ഫലം പരദ്രവ്യദാനത്തെ കൊണ്ടു ചിന്തിക്ക നൃപ കീർത്തി പുണ്യവും അതിനില്ല ഇങ്ങനെ ദാനം ചെയ്താൽ ദുഷ്കീർത്തി പാപം ഫലം മംഗളമല്ല ദാനം സ്വദ്രവ്യമല്ലായിക്കിലോ തന്നുടെ ദ്രവ്യമൊടുങ്ങിടിനാൽ അപ്പോൾ ദാനമന്നു
മാറ്റിയിട വേണമെന്നുത്തമനായുള്ളവൻ. അന്യന്റെ ധനമെടുത്തിടാതെ ഇരിക്കണമെന്നിരിപ്പവർ ദാനം ചെയ്യേണ്ട ഗുണവാന്മാർ. ഇത്തരം അവരുടെ വാക്കുകൾ കേട്ടു ഞാനും എത്രയും ദുഃഖം പൂണ്ടു ഭീതനായി വിപ്രന്മാരെ വന്ദിച്ചു നമസ്കരിച്ചിത്തരം പറഞ്ഞിതു. ഞാൻ അറിയാതെ ചെയ്തതൊക്കെയും ക്ഷമിക്കേണം. ദീനവത്സലന്മാരാം നിങ്ങളോർത്തറിയണം. കൊമ്പുകൾ കുളമ്പുകൾ സ്വർണത്താൽ കെട്ടിപ്പിച്ചു സമ്പ്രതി സ്വർണസൂത്രാഭരണങ്ങളും ചേർത്തു സംഖ്യയില്ലാതെ പശു നൽകുവാൻ നിങ്ങൾക്കു ഞാൻ. സാംഖ്യതത്വന്മാർ നിങ്ങൾ ക്ഷമിച്ചിടേണമെങ്കൽ ആരെന്നാകിലും അതിനായി ഞാൻ വണങ്ങുന്നേൻ. ആരണരായ നിങ്ങൾക്കായിതാ നമസ്കാരം. ഇത്തരം വീണുകൂപ്പിച്ചൊല്ലിനാനല്ലെങ്കിലോ സത്വരമെൻ്റെ രാജ്യമൊക്കെയും നൽകാമെന്നു ചൊല്ലിനേനിതു നിങ്ങളൊക്കെയും ക്ഷമിച്ചിട്ടു വല്ലായ്മ തീർത്തു നന്നായി അനുജ്ഞ ചെയ്യായിക്കിലോ. ഘോരമാം നരകത്തിൽ വീണുപോമഹം നൂനം. കാരുണ്യാത്മാക്കൾ നിങ്ങളായിതങ്ങാക്കിയിടൊല്ല. ഇത്തരമർത്ഥിച്ചു ഞാൻ അന്നേരം ഗോസ്വാമിയും ഉത്ഥാനം ചെയ്തു. നമുക്കില്ല രാജ്യത്തിലിച്ഛ, നിന്നുടെ ബലാൽ നമുക്കുള്ളതിന്നപഹരിക്കെന്നുള്ളതില്ലെന്നാകിൽ പോരുമങ്ങെനിക്കെടോ. ഇനിമേൽ പ്രതിഗ്രഹം വാങ്ങുകയില്ല ഞാനും എന്നുര ചെയ്തു പോയി. ഗോസ്വാമിയായ വിപ്രൻ മറ്റേവൻ പുറപ്പെട്ടു. നമുക്കു മറ്റൊരുത്തനുറ്റു നൽകിയ പശു വേണ്ട എന്നവൻ പോയാൻ. പിന്നെ ഞാൻ യമപുരേ പോയോരു നേരം തത്ര നന്നായി വിചാരിച്ചു ശ്രാദ്ധദേവനും ചൊന്നാൻ. ഇന്നൊരു ഗോമൂലമായുണ്ടു നുൻ ദുഷ്കർമ്മവും പിന്നേടം ശുഭമെല്ലാമേതു വേണ്ടതു മുന്നേ എന്നതു കേട്ട നേരം മുന്നം ദുഷ്കർമ്മമെന്നു മന്ദമെന്നിയെ ചൊന്നാൻ. ഞാനുമങ്ങതു നേരം ഇങ്ങനെ കൃകലാസവേഷമായി കിണറ്റിൽ ഞാൻ വന്നിഹ പതിച്ചിതു. പിന്നെയന്നൊന്നു കേട്ടു സഹസ്രവർഷമവിടക്കിടക്ക നീ സഹസ്രപത്രോദ്ഭവസേവ്യൻ മാധവൻ നിന്നെ തൊടുന്നിതന്നു ശാപമോക്ഷവും വന്നു. പിന്നെ ഉടനെ ഇവിടത്തിൽ വന്നു കൂടിയിടുമല്ലോ. ഭവിക്കും ചെയ്ത പുണ്യഫലമെന്നതു മൂലം ഭവൽക്കാരുണ്യത്താൽ ഞാനായതു മറക്കാതെ നിന്നെയും ധ്യാനിച്ചിന്നേ വരയ്ക്കും വാണീടിനെ നിന്നു നിൻ പാണിസ്പർശം പൂർവഭാഗ്യങ്ങളാലേ. വന്നതു മൂലം മമ ജന്മവും സഫലമായി. മായയാലിനി എന്നെ മോഹിപ്പിക്കരുതേതും. മായാമോചന കാത്തുകൊള്ളുക ജഗൽപ്രഭോ. ത്വൽപാദാംബുജ ഭക്തിക്കിളക്കമിനിമേലിൽ അല്പജ്ഞനാകുമെനിക്കുണ്ടാകാതിരിക്കണം. ത്വൽപാദാംബുജ ഭക്തിക്കിളക്കമിനിമേലിൽ അല്പജ്ഞനാകുമെനിക്കുണ്ടാകാതിരിക്കണം. ത്വൽപാദാംബുജ ഭക്തിക്കിളക്കമിനിമേലിൽ അല്പജ്ഞനാകുമെനിക്കുണ്ടാകാതിരിക്കണം. ആയതിന്നനുഗ്രഹം നൽകണം ദേവദേവ. തോയജോദ്ഭവവന്ദ്യ ഗോവിന്ദ ജഗൽപദേ. പുരുഷോത്തമ പുണ്യപൂരുഷ ഋഷീകേശ നാരായണാത്മൻ വിഷ്ണുനാമകാച്യുത. മമ ആജ്ഞാപിക്കേണം ദേവഗതിക്കുമടിയാതെ. പ്രാജ്ഞരൂപായ സർവഭാവായ നമോ നമഃ. അനന്തശക്തയേ തേ ബ്രഹ്മണേ കൃഷ്ണായ തേ. അനന്താപദേ വാസുദേവായ യോഗേശായ. നമസ്തേ കൃഷ്ണ കൃഷ്ണ പാഹി മാമെന്നു മുഹുർനമിച്ചു കൃഷ്ണാജ്ഞയും കൈക്കൊണ്ടു നൃപോത്തമൻ. സർവരും കാൺകത്തന്നെ ശോഭിത രൂപത്തോടെ ദിവ്യമാം വിമാനവുമേറിപ്പോയി ദിവം പൂക്കാൻ. അന്നേരം വിസ്മയിച്ചു കൃഷ്ണനെ മാനിച്ചിതു നിന്നോരു സർവജനമന്നേരം മുകുന്ദനും ചൊല്ലിനാനേവരോടും കേൾപ്പിനിന്നെൻ്റെ വാക്യം.
നല്ലവണ്ണമായി നിങ്ങൾ ചിത്തത്തിൽ ചിന്ത ചെയ്വിൻ. ബ്രഹ്മാണ്ടമെല്ലാം ദഹിച്ചിടുന്നു ദഹനനും, ബ്രഹ്മസ്വമെന്നുള്ളതു ദഹിക്കയില്ല താനും. വന്നിക്കു ദഹിക്കരുതാത വസ്തുവാമതു, മന്നവന്മാർക്കു പാർത്താൽ ഗ്രഹിച്ചു കൂടിയിടുമോ. വിഷവും വിഷമല്ല നന്നായി നിരൂപിക്കിൽ, വിഷത്തിനോർക്കിൽ പ്രതിക്രിയയുമുണ്ടു കേൾപ്പിൻ. ബ്രഹ്മസ്വമെന്നുള്ളതു വിഷത്തിൻ വിഷമല്ലോ, ബ്രഹ്മസ്വമെന്നുള്ളതു വിഷമെന്നത്രേ ചൊൽവു. ബ്രഹ്മനു പോലും ഇതിനില്ലല്ലോ പ്രതിക്രിയ, ബ്രഹ്മസ്വമെന്നുള്ളതു സകലത്തിലും മീതെ. സംശയമില്ല വിഷം സേവിപ്പോൻ മരിച്ചിടും, സംശയമില്ല ജലം കൊണ്ടഗ്നി ശാന്തമാകും. ബ്രഹ്മസ്വമായ വന്നിഹ പിടിച്ചിടിൽ, ഉന്മൂലനാശം വരുമില്ല സംശയമേതും. മനസ്സേ നല്ലവണ്ണം സമ്മതമില്ലാതെയും മൗനാനുവാദത്തോടും യാതൊരു ബ്രാഹ്മണനും ദീനതയോടു കൊടുത്തിടുന്ന ധനമതു മാനവന്മാരും അനുഭവിച്ചിടുന്നതാകിൽ. മേലിലും കീഴിലും മുപ്പുരുഷാന്തരമതക്കാലത്തോളവും താനേ ദഹിക്കും പിതൃക്കളും. വിപ്രന്റെ വിത്തം ബലാൽ ഹരിച്ചു ബ്രാഹ്മണന്റെ, നേത്രാംബുഭുവി വീണു നനഞ്ഞ രേണു സംഖ്യ. എത്രയുണ്ടത്ര കാലം കുംഭീപാകമായി മേവും, ഉഗ്രമാം നരകവും ഭുജിച്ചു കൃമിയായിട്ടായിരം സംവത്സരം. വിഷ്ടയിൽ കിടന്നുഴന്നാകുലപ്പെടും നൂനമേവരുമറിഞ്ഞാലും, ബ്രാഹ്മണദ്രോഹികളായിടുന്ന നൃപന്മാരും നന്മയെന്നിയെ അല്പായുസ്സുകളായി ഭവിക്കും. ബ്രാഹ്മണശാപം ഹേതുവായിട്ടു ദോഷം വരും, ബ്രാഹ്മണൻ തന്നെ സമാഹിതന്മാരായിക്കൊണ്ടു. വന്ദിച്ചിടുവിൻ നിങ്ങൾ ബ്രാഹ്മണശാപത്തിനാൽ, നിന്ദിതന്മാരായി അധപ്പതിക്കുമറിഞ്ഞാലും. ആയതു വന്നിടാതെ ഇരിക്ക വേണമതിനായിട്ടു വിചാരിച്ചു നടക്ക വേണമല്ലോ. ഇത്തരം നിജപുത്ര സാമ്പാദി ജനങ്ങളെ ശിക്ഷയും ചെയ്തു കൃഷ്ണൻ തൻപുരി പുക്കേടിനാൻ. ബ്രാഹ്മണ മാഹാത്മ്യങ്ങൾ കേട്ടവരെല്ലാവരും ബ്രഹ്മജ്ഞന്മാർക്കായപ്പോൾ നമസ്കാരവും ചെയ്തു. പിന്നെ അങ്ങെല്ലാവരും തങ്ങൾ തങ്ങൾക്കുള്ളൊരു മന്ദിരം പുക്കുമോദാൽ വസിച്ചു നൃപോത്തമ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ ശ്രീകൃഷ്ണ പാഹി മാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ ശ്രീകൃഷ്ണ പാഹി മാം. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ. അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ ശ്രീകൃഷ്ണ പാഹി മാം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യഃ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.